അഭ്രപാളികളിൽ അഭിനയവിസ്മയം തീർത്ത ലാലേട്ടനും മമ്മൂക്കയും ഉൾപ്പെടെ ചലച്ചിത്രപ്രേമികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ വരിക്കാശ്ശേരി മന. 1993 IV ശശി രഞ്ജിത്ത് കോംബോയിൽ രൂപം കൊണ്ട ദേവാസുരത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ മന. ഒറ്റപ്പാലത്തെ വരിക്കാശ്ശേരി മന. സൂര്യകാലടി, ഒളപ്പമണ്ണ, നെടുമ്പിള്ളി, പുലാമന്തോൾ, പാമ്പുമേക്കാട്ട്, ഓർക്കാട്ടേരി തുടങ്ങി നിരവധി മനകളുണ്ട് കേരളത്തിൽ. കെട്ടിലും മട്ടിലും പഴമയിലും വലിപ്പത്തിലും ഇവയിൽ പലതും മുൻപന്തിയിലാണു താനും. എന്നിട്ടും വരിക്കാശ്ശേരി മനയോളം പേരും പെരുമയും നേടാൻ അവയിൽ പലതിനും കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. മമ്മൂക്ക കസറിയ ഷൈലോക്കിൽ ഈ ഭാഗം ഓർമ്മയില്ലേ? ഷൈലോക്കിൽ മമ്മൂക്ക ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഹരീഷ് ഖാൻ അവിടെ നിന്ന് ഒരു ഒളിഞ്ഞു നോക്കുന്ന സീന് ഓർമ്മയില്ലേ? അപ്പോൾ അവിടെ വാൺ ചെയ്യുന്നത് മമ്മൂക്ക എന്തിനും കൊണ്ട് വന്നു എന്ന്. ഇത് നേരെ നടന്നു പോയിട്ട് അവിടെ നിന്ന് പറയുന്നു, ബൈജു അടുത്ത് പറയുന്നു എന്തോ വല്ലാതെ ശീതളിപ്പെന്നോ ആൽക്കോളിക്ക് വിതർന്നു, അങ്ങനെ ഒരു ഡയലോഗും പറയുന്നുണ്ട്. അതേ ഒരു ക്ലൈമറ്റ് കേട്ടോ, നല്ല നൈസ് മഴ പെയ്ത് നല്ലൊരു ശീതളിപ്പ്. 1987 തീർത്ഥം എന്ന ചിത്രത്തിൽ തുടങ്ങി ഇന്ന് അന്യഭാഷകൾ ഉൾപ്പെടെ 250-ലേറെ സിനിമകളുടെ തറവാടായ മന. ഇതിൽ മിക്കതും ബോക്സ് ഓഫീസ് ഹിറ്റുകളും. ചന്ദ്രോത്സവത്തിൽ ചിറക്കൽ ശ്രീഹരിയായി ലാലേട്ടൻ കസറിയ വരിക്കാശ്ശേരി മന. എത്രയെത്ര സിനിമകളുടെ ജീവിതം ഒപ്പിയെടുത്താണ് വരിക്കാശ്ശേരി മന അല്ലേ? 200ഓളം ചിത്രങ്ങളിൽ വരിക്കാശ്ശേരി മന നിറഞ്ഞു നിൽപ്പുണ്ട്. എന്നാൽ 2 പാട്ട് സിനിമകളിലാണ് ഈ നടുമുറ്റം വല്ലതങ്ങ് വൈറലാകുന്നത്. ആ 2 ചിത്രങ്ങളും ലാലേട്ടൻ്റെയാണ്. ഒന്ന് നമ്മുടെ ചന്ദ്രോത്സവ സിനിമയിൽ തന്നെ മുറ്റത്തെത്തും തെന്നിലുള്ള പാട്ട്, പിന്നെ അതുപോലെ തന്നെ മാടമ്പിയിലെ പാട്ട്, കല്യാണ കച്ചേരി. എന്തൊരു ഫീലായിരുന്നു അല്ലേ? നിലവിൽ പാലക്കാട് ടൗണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 35 കിലോമീറ്ററോളം ഏകദേശം ദൂരം ഉണ്ടാവും വരിക്കാശ്ശേരി മനയിലെത്താൻ. അത് ഒറ്റപ്പാലത്ത് അടുത്തായിട്ട് വരും ഏകദേശം. വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് നമ്മുടെ തറവാടാണല്ലോ. 1000 വർഷത്തിലധികം പഴക്കമുള്ളതാണ് മനയിലെ നമ്പൂതിരിമാരുടെ ചരിത്രം. 1940-ലാണ് മനയ്ക്ക് ഇന്ന് കാണുന്ന മനോഹരമായ പൂമുഖം പണി കഴിപ്പിച്ചത്. വരിക്കാശ്ശേരി മനയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം രാവിലെ 5:30 നട തുറക്കും. രാവിലെ 9 മണി നട അടയ്ക്കും. വൈകുന്നേരം 5:30 തുറന്നാൽ പിന്നെ 7 മണി വരെയാണ് ദർശനം. അമ്പലത്തിൽ ചേർന്ന് തന്നെ കുളം. ക്ഷേത്രകുളത്തിലേക്ക് ആർക്കും ഇറങ്ങാൻ അനുവാദമില്ല. കൃത്യമായി തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം അനുമതി വാങ്ങിയിട്ടാണ് ഈ ഭാഗത്തേക്ക് ഇറങ്ങിയത്. എന്തൊരു ഭയങ്കര ആംബിയൻസ് ആട്ടോ, രക്ഷയില്ല. കാരണം എന്തൊരു ഫീലാണ്. അതൊരു പെട്ടെന്നൊരു ചാറ്റമഴ പെയ്തപ്പോഴേ ആകെ ക്ലൈമറ്റ് മൊത്തം മാറി. ചുരുക്കത്തിൽ പറഞ്ഞാൽ മലയാളികൾ സിനിമയിലൂടെ മാത്രം കണ്ടിട്ടുള്ള, നേരിൽ കാണാൻ കൊതിക്കുന്ന ഒരു നിർമ്മാണ വിസ്മയമാണ് വരിക്കാശ്ശേരി മന. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. തൽക്കാലം വിട്ടേക്കട്ടെ. ഓക്കെ, ബൈ.